ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ ഒരുത്തന് ഞാനും കുറവാകുന്നുവെങ്കിൽ ഹസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമുക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വിശ്വാസത്തോടെ കാരുണ്യവാനായ ദൈവത്തോട് യാചിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഔദാര്യമായി നൽകും എന്നാണ് നമുക്കിവിടെ ലഭിക്കുന്ന ഉറപ്പ്. ഇന്നത്തെ ഈ ക്ലാസ് അനുഗ്രഹപ്രദമായും തെറ്റുകൂടാതെയും എനിക്ക് എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുവാനും ഉൾക്കൊള്ളുവാനും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 യേശുക്രിസ്തുവിന്റെ ആളത്വം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധയോട് കൂടി ഇരിക്കുക. അതുപോലെ പുസ്തകവും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക. കാരണം പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? എബ്രായർ 2:1 വായിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഇവിടെ ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നത് അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കാനാണ്. അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കാനാണ് ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഒഴുകി പോകാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതോടെ തന്നെ പറയുന്നുണ്ട്, ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഒഴുകി പോകാതിരിക്കാൻ നാം ക്രൈസ്തവ ജീവിതത്തിൽ നിരന്തരമായി ജാഗ്രത പുലർത്തി സത്യവിശ്വാസത്തിൽ മുന്നേറണം. ക്രൈസ്തവ ജീവിതത്തിൽ നിരന്തരമായി ജാഗ്രത പുലർത്തി അശ്രദ്ധയില്ലാതെയും അലസതയില്ലാതെയും ജാഗ്രതയോടുകൂടി സത്യവിശ്വാസത്തിൽ മുന്നേറണം. അടുത്ത ചോദ്യം, യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് പഴയ ഉടമ്പടിയുടെ നിയമങ്ങൾ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് എപ്രകാരമാണ്? മാലാഖമാർ മുഖാന്തരം നൽകപ്പെട്ട സന്ദേശം എന്നൊരു പരാമർശം ഇവിടെയുണ്ട്. എബ്രായർ 2:2 പറയുന്നത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് പഴയ ഉടമ്പടിയുടെ നിയമങ്ങൾ ദൈവത്തിന്റെ മാലാഖമാർ വഴിയാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ഈ അടുത്തത് എബ്രായർ 2:2 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മളിപ്പോ ഓൾറെഡി വായിച്ചു. 2:2 പറയുന്നുണ്ട്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പോ ഇവിടെ പറയുന്നത് മാലാഖമാർ നൽകിയ വചനങ്ങൾ ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകും എന്നതിനാൽ ദൈവപുത്രന്റെ സന്ദേശത്തെ ലംഘിച്ചാൽ ശിക്ഷ ഇരട്ടിയാകും. മാലാഖമാർ നൽകിയ വചനങ്ങൾ ലംഘിച്ചാൽ ശിക്ഷ ഉണ്ടാകും എന്നതിനാൽ ദൈവപുത്രന്റെ സന്ദേശത്തെ ലംഘിച്ചാൽ ശിക്ഷ ഇരട്ടിയാകും എന്നത് ആവർത്തിക്കുന്നു. അടുത്ത ചോദ്യം, രക്ഷയുടെ മഹത്വത്തിന് കാരണങ്ങൾ എന്തൊക്കെ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വാക്യത്തിൽ വായിച്ചു, ഇത്ര വലിയ രക്ഷ എന്ന് നമ്മൾ പറയുന്നുണ്ട് അവിടെ. എബ്രായർ 2:4 ഇത്ര വലിയ രക്ഷ എന്ന പരമാർത്ഥം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രക്ഷയുടെ മഹത്വത്തിന് കാരണങ്ങൾ പലതുണ്ട്. അത് ക്രിസ്തുവിൽ കൂടി പ്രഘോഷിക്കപ്പെട്ടതും തന്റെ മരണത്തിലൂടെയും ഉയിർപ്പിലൂടെയും പ്രായോഗികമായതുമാണ്. അത് കേട്ടവരും കണ്ടവരും അനുഭവിച്ചറിഞ്ഞവരുമുണ്ട്. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വീകരിക്കപ്പെട്ടതാണ്. രക്ഷ സകല മനുഷ്യവർഗത്തിനും പ്രപഞ്ച സൃഷ്ടിക്കും മുഴുവനും ഉള്ളതാണ്. ആ 4 പോയിന്റ്സ് ആണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിന്മേലുള്ള അധികാരം മാലാഖമാരെക്കാളും മനുഷ്യർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കുക. എബ്രായർ 2:7 പറയുന്നുണ്ട്, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി.
ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചപ്പോഴും മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു എന്നാണ് ലേഖൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തുവും മാലാഖമാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം മനുഷ്യരുമായുള്ള ബന്ധമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം മാലാഖമാരെക്കാളും മനുഷ്യർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മനുഷ്യർ മാലാഖമാരെക്കാൾ അല്പം താഴ്ന്നവരാണെങ്കിലും ലോകം മനുഷ്യർക്ക് വിധേയമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ലോകം മനുഷ്യർക്ക് വിധേയമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? മനുഷ്യന് തന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുക എന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റെത്. മനുഷ്യനെ തന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുക എന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റെത്. അതിന്റെ ആദ്യപടിയായിട്ട് എന്താണ് ചെയ്തത്? അതിന്റെ ആദ്യപടിയായിട്ട് മനുഷ്യനെ തന്റെ ആധിപത്യത്തിന് കീഴിൽ കാര്യവിചാരകനാക്കി. കാര്യവിചാരകനാക്കി. അടുത്ത ചോദ്യം, സങ്കീർത്തനം 8:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ലേഖകൻ എന്താണ് വ്യക്തമാക്കുന്നത്? സങ്കീർത്തനം 8:4 പറയുന്നു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പ് ക്രിസ്തു എങ്ങനെ സാധിപ്പിച്ചു എന്നാണ് ലേഖകൻ വ്യക്തമാക്കുന്നത്. മനുഷ്യൻ, മനുഷ്യപുത്രൻ എന്നിങ്ങനെ സങ്കീർത്തനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? സൃഷ്ടികളുടെ മകുടമായ മനുഷ്യനെ കുറിച്ച്. ദാനിയേൽ പ്രവാചകൻ മനുഷ്യപുത്രൻ എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നത് എന്താണ്? ദാനിയേൽ 7:13 വായിച്ചിട്ടുണ്ടെങ്കിൽ 14 എന്നാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. 13 വായിച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അപ്പം ദാനിയേൽ പ്രവാചകൻ മനുഷ്യപുത്രൻ എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നത് മിശിഹായെ കുറിച്ചാണ്. സങ്കീർത്തനത്തിൽ മനുഷ്യൻ, മനുഷ്യപുത്രൻ എന്നിങ്ങനെ പറയുന്നത് സൃഷ്ടികളുടെ മകുടമായ മനുഷ്യനെ കുറിച്ചാണ്. ക്രിസ്തു സ്വയം വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നാണ്. പുസ്തകത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവും സ്വയം വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നാണല്ലോ. അടുത്ത ചോദ്യം, ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറിയത് എന്തിന്? പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അവൻ ഭീരുവായി മാറുകയും ദൈവത്തോടുള്ള മത്സരത്തിൽ ആവുകയും ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറിയത്. പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി. അങ്ങനെ അവൻ ഭീരുവായി മാറുകയും ദൈവത്തോട് മത്സരത്തിലാവുകയും ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യാവതാരം ചെയ്തത്. മനുഷ്യപുത്രനായ ക്രിസ്തു തന്റെ ഡാഷ് മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. മനുഷ്യപുത്രനായ ക്രിസ്തു തന്റെ ക്രൂശ് മരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. അടുത്തൊരു ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറിയത്? മനുഷ്യപുത്രനായ ക്രിസ്തു തന്റെ ക്രൂശ് മരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. അതുകൊണ്ട് മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി. എബ്രായർ 2:9 പറയുന്നുണ്ട്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം, ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവും മനുഷ്യർക്ക് മുഴുവൻ മഹത്വം കൈവരിക്കുവാൻ പര്യാപ്തമായി വിശദീകരിക്കുക. അപ്പൊ ആ ഒരു പാരഗ്രാഫ് മാത്രം നമുക്ക് എഴുതാം. പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അവൻ ഭീരുവായി മാറുകയും ദൈവത്തോടുള്ള മത്സരത്തിലാവുകയും ചെയ്തു.
അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറി. മനുഷ്യപുത്രനായ ക്രിസ്തു തന്റെ ക്രൂശ് മരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. അതുകൊണ്ട് മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. മരണയാതന മുഴുവൻ അവൻ അനുഭവിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർ അവന്റെ തേജസ്സിന്റെ പങ്കാളിയായി അവനോടുകൂടെ വാഴുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവും മനുഷ്യർക്ക് മുഴുവൻ മഹത്വം കൈവരിക്കുവാൻ പര്യാപ്തമായി. ക്രിസ്തു തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ വിശദീകരിക്കുക. അപ്പൊ അതിന് പോയിന്റ്സ് ആയിട്ട് എഴുതാം. പാപം മൂലം തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറി. മനുഷ്യനായപ്പോഴും മഹാപുരോഹിതനായി നിലനിന്നുകൊണ്ട് അവൻ നമുക്ക് ദൈവത്തിങ്കിലേക്ക് രക്ഷാനായകനായി. ദൂതന്മാർക്ക് പോലും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത രീതിയിൽ അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി മാറി. കഷ്ടാനുഭവത്തിൽ കൂടി രക്ഷാദൗത്യ നിർവഹണത്തിൽ പുത്രൻ പ്രാപ്തനായി. പുസ്തകത്തില് തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ എന്ന ഹെഡിങ്ങിന് താഴെയായിട്ടാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തേക്കുന്ന പോയിന്റ്സ് ഉള്ളത്. അത് എബ്രായർ 2:10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിന്റെ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന കാര്യം, ക്രിസ്തു തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ എന്ന് പറയുമ്പോൾ പാപം മൂലം തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറി. മനുഷ്യനായപ്പോഴും മഹാപുരോഹിതനായി നിലനിന്നുകൊണ്ട് അവൻ നമുക്ക് ദൈവത്തിങ്കിലേക്ക് രക്ഷാനായകനായി. ദൂതന്മാർക്ക് പോലും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത രീതിയിൽ അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി മാറി. രക്ഷാദൗത്യ നിർവഹണത്തിൽ പുത്രൻ പ്രാപ്തനായത് കഷ്ടാനുഭവത്തിൽ കൂടിയാണ്. എബ്രായർ 2:13 ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? എബ്രായർ 2:13 പറയുന്നത്, ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. യെശയ്യാവ് 8:18 വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. അപ്പോ എബ്രായർ 2:13 ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം യെശയ്യാവ് 8:18 ആണ്. യെശയ്യാവ് ജനത്തിന് നൽകിയ ആഹ്വാനം എന്താണ്? യെശയ്യാവ് ജീവിച്ചിരുന്നത് ഒരു വിശ്വാസ ത്യാഗ കാലഘട്ടത്തിലാണ്. മാനസാന്തരപ്പെടണം എന്ന് അദ്ദേഹം ജനത്തിന് നൽകിയ ആഹ്വാനം സ്വീകരിച്ചവർ വളരെ കുറവായിരുന്നു. എന്നാൽ കുറച്ചുപേർ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അനുസരിക്കുകയും അവരെ അദ്ദേഹം ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ മാനസാന്തരപ്പെടണം എന്ന ആഹ്വാനം അനുസരിച്ച കുറച്ചു പേരെ യെശയ്യാവ് വിളിച്ചത് ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്നായിരുന്നു. അടുത്ത ചോദ്യം, എബ്രായർ 2:13 ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? യെശയ്യാവും തന്നോട് കൂടെയുള്ള ജനവും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ക്രിസ്തു ശിഷ്യരും ദൈവത്തിൽ ആശ്രയിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ ആകണം. എബ്രായർ 2:13 എന്താ പറയുന്നത്? എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പം യെശയ്യാവും തന്നോട് കൂടെയുള്ള ജനവും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ക്രിസ്തു ശിഷ്യരും ദൈവത്തിൽ ആശ്രയിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ ആകണമെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത്. ക്രിസ്തു മനുഷ്യനോട് ഏകീഭവിച്ചത് എങ്ങനെയാണ്? ക്രിസ്തു ജഡം ധരിച്ചത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വരിച്ചവനും മരണത്തെ ജയിച്ചവനുമായ മഹാപുരോഹിതനാണെന്നുള്ള പോർഷൻ താഴെ കിടപ്പുണ്ട്. ക്രിസ്തു ജഡം ധരിച്ചത് മരണം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാനാണ്. കഷ്ടതയിലും മരണത്തിലും കൂടിയാണ് അവൻ മനുഷ്യനോട് ഏകീഭവിച്ചത്. അപ്പം ക്രിസ്തു മനുഷ്യനോട് ഏകീഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഷ്ടതയിലും മരണത്തിലും കൂടിയാണ്. അടുത്ത ചോദ്യം, ക്രിസ്തു പൂർണ്ണ മനുഷ്യനെന്ന ദൈവശാസ്ത്ര ചിന്ത ഉറപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന 2 വാക്യങ്ങൾ ഏതൊക്കെയാണ്? ആ 2 വാക്യങ്ങൾ
എബ്രായർ 2:11 പറയുന്നുണ്ട്, അവൻ നമ്മുടെ സഹോദരനായി. എബ്രായർ 2:11 വായിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അവൻ ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പം അവൻ നമ്മുടെ സഹോദരനായി എന്ന് 2:11 പറയുന്നുണ്ട്. അതുപോലെ 2:14 അവൻ നമ്മെ പോലെ മാംസരക്തങ്ങൾ ഉള്ളവൻ എന്ന് പറയുന്നുണ്ട്. 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പം രണ്ട് വാക്യങ്ങൾ ഏതൊക്കെയാണ്? ക്രിസ്തു പൂർണ്ണ മനുഷ്യനെന്ന ദൈവശാസ്ത്ര ചിന്ത ഉറപ്പിക്കുന്ന രണ്ട് വാക്യങ്ങൾ എബ്രായർ 2:11 2:14. അവൻ നമ്മുടെ സഹോദരനായി എന്ന് പറയുന്നു. അവൻ നമ്മെ പോലെ മാംസരക്തങ്ങൾ ഉള്ളവൻ എന്ന് പറയുന്നു. ക്രിസ്തു വന്നത് മാലാഖമാരെ രക്ഷിക്കുവാനല്ല, മറിച്ച് ആരെ രക്ഷിക്കുവാനാണ്? വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാനാണ്. പുസ്തകത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു വന്നത് മാലാഖമാരെ രക്ഷിക്കാനല്ല, പ്രത്യുത വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാനാണ് അവൻ വന്നത്. മാർക്കിനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ ഡാഷ് ദൈവകാര്യത്തിൽ വിശ്വസ്ത ഡാഷ് ആകുന്നു. അപ്പം ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകുന്നു. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകുന്നു. അടുത്ത ചോദ്യം, എബ്രായർ 2:11 മുതൽ 18 വരെയുള്ള ഭാഗം നൽകുന്ന സന്ദേശം എന്താണ്? ജീവിതത്തിന്റെ വിവിധ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നു. ഒരു പോർഷന്റെ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജീവിതത്തിന്റെ വിവിധ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്ന സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ക്രിസ്തു ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതനാണെന്ന് പറയുന്നത്? ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, തന്മൂലം ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതനാവുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു പാരഗ്രാഫ് എഴുതാം, ആ പോയിന്റ്സ് എഴുതാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ, കഷ്ടതയിലും മരണത്തിലും അവൻ മനുഷ്യനോട് ഏകീഭവിച്ചു. രണ്ട് വാക്യങ്ങൾ, അവൻ നമ്മുടെ സഹോദരനായി, അവൻ നമ്മെ പോലെ മാംസരക്തങ്ങൾ ഉള്ളവനെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു വന്നത് മാലാഖമാരെ രക്ഷിക്കുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാനാണ്. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാവുന്നു. തേജസ്സിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. തന്മൂലം ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതനാവുന്നു. ആ ഒരു 6 പോയിന്റ്സ് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ ക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന ചിന്തയുടെ അനുബന്ധമായി അദ്ദേഹത്തെ മോശയേക്കാൾ ശ്രേഷ്ഠനായി ചിത്രീകരിച്ചിരിക്കുകയാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ. അപ്പൊ മോശയേക്കാൾ ശ്രേഷ്ഠനായിട്ടാണ് ക്രിസ്തുവിനെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം കഴിഞ്ഞാൽ യഹൂദന്മാർ കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി മോശയാണത്. അബ്രഹാം കഴിഞ്ഞാൽ യഹൂദന്മാർ കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി മോശയാണ്. ഇസ്രായേലിയരുടെ ഏറ്റവും വലിയ പ്രവാചകനും മധ്യസ്ഥനുമായി മോശയെ കാണുന്ന യഹൂദ ക്രൈസ്തവർ മോശയേക്കാൾ ശ്രേഷ്ഠനായി ക്രിസ്തുവിനെ കാണുന്നു. ഇവിടെ യഹൂദ ക്രൈസ്തവരെ വിളിക്കുന്നത് 2 വാക്കുകൾ കൊണ്ടാണ്. വിശുദ്ധ സഹോദരർ, സ്വർഗീയ വിളിക്ക്
ഓഹരിക്കാർ. യഹൂദ ക്രൈസ്തവരെ വിളിക്കുന്ന 2 വാക്കുകൾ: വിശുദ്ധ സഹോദരർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. പൗലോസിന്റെ ലേഖനങ്ങളിൽ ക്രൈസ്തവരെ കുറിച്ചുള്ള 2 വിശേഷണങ്ങൾ: വിശുദ്ധർ, സഹോദരർ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ സുലഭമാണ്. ആ 4 റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെന്ന നിലയിൽ ക്രിസ്ത്യാനികളെ ഡാഷ് എന്ന് വിളിച്ചിരുന്നു. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെന്ന നിലയിൽ ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ടാണ്. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ടാണ് സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ മാത്രം നൽകിയിരിക്കുന്ന ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള സംബോധന എന്താണ്? വിശുദ്ധ സഹോദരർ എന്ന സംബോധന പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് കാണുന്നതെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ സഹോദരർ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ മാത്രം ക്രിസ്ത്യാനികളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഒരു സംബോധനയാണ്. ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകിയാൽ അവർ സ്വർഗീയ വിളിക്ക് അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നു. ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകിയാൽ അവർ സ്വർഗീയ വിളിക്ക് അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നു. അടുത്തൊരു വാക്യമാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. യോഹന്നാൻ 15:16. എബ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിൽ നൽകുന്ന സ്ഥാനനാമം അപ്പോസ്തോലൻ 3:1 പറയുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിന് നൽകുന്ന ഒരു സ്ഥാനനാമമാണ് അപ്പോസ്തോലൻ. എബ്രായർ 3:1 പറയുന്നുണ്ട്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അടുത്ത ചോദ്യം: എബ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തേത്, അതൊരു സ്ഥാനനാമമാണ്. പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും യേശുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നില്ല. അതുപോലെ എബ്രായ ലേഖന കർത്താവ് മറ്റാരെയും അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നുമില്ല. ആരാണ് അപ്പോസ്തോലൻ? അപ്പോസ്തോലൻ എന്ന വാക്കിന് അർത്ഥം വരുന്നത് അയക്കപ്പെട്ടവൻ എന്നാണ്. ഇവിടെ പറയുന്നത് പ്രത്യേക അധികാരത്തോടു കൂടി അയക്കപ്പെടുന്നവനാണ് അപ്പോസ്തോലൻ അഥവാ സ്ലീഹ. അയച്ചവന് തുല്യനായി അയക്കപ്പെട്ടവനെ കാണുന്നു എന്നാണ് അർത്ഥം. യേശു ക്രിസ്തു പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ചതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ്. ആ നിലയിലാണ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ്. ആ നിലയിലാണ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ചതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ്. ആ നിലയിലാണ് അപ്പോസ്തലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: സഭയിൽ ശ്ലൈഹിക അധികാരം, അപ്പോസ്തോലിക സിംഹാസനം എന്നൊക്കെ പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? അതിനുത്തരം നമ്മൾ ഇപ്പൊ പറഞ്ഞൊക്കെ തന്നെ എഴുതിയാൽ മതി. ആ ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അയക്കപ്പെട്ടവൻ എന്നാണ് വാക്കിന്റെ അർത്ഥമെങ്കിലും അധികാരത്തോടു കൂടി അയക്കപ്പെടുന്നവനാണ് അപ്പോസ്തലൻ അഥവാ സ്ലീഹ. അയച്ചവന് തുല്യനായി അയക്കപ്പെട്ടവനെ കാണുന്നു എന്നാണ് അർത്ഥം. യേശു ക്രിസ്തു പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ചതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ്. ആ നിലയിലാണ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. സഭയിൽ ശ്ലൈഹിക അധികാരം, അപ്പോസ്തോലിക സിംഹാസനം എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഇനി അടുത്ത ചോദ്യം: മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക അധികാരം, ശ്ലൈഹിക പിന്തുടർച്ച, ശ്ലൈഹിക സിംഹാസനം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? പിതാവാം ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട യഥാർത്ഥ സ്ലീഹയായ ക്രിസ്തുവിന്റെ ശ്ലൈഹികാധികാരം ഭാരതത്തിൽ എത്തിച്ചത് ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമാശ്ലീഹ ആയതുകൊണ്ടാണ് മാർത്തോമായുടെ ശ്ലൈഹിക അധികാരം, ശ്ലൈഹിക പിന്തുടർച്ച, ശ്ലൈഹിക സിംഹാസനം എന്നൊക്കെ നാം പറയുന്നത്.
അടുത്തൊരു ചോദ്യം, എബ്രായ ലേഖനത്തിലെ കാതലായ വിഷയം. അത് ഏറ്റവും ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, എബ്രായ ലേഖനത്തിലെ കാതലായ വിഷയം ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ്. ഇനി വേറൊരു ചോദ്യം ചോദിക്കാവുന്നത്, ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ കണ്ടായിരുന്നു. എബ്രായർ 1:3 ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന 5 വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്, ക്രിസ്തു തത്വത്തിന്റെ മുദ്ര, ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു, ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ, ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഈ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ ചാപ്റ്റർ 2 അധ്യായം 2, 3 കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ പോയിന്റ്സ് എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ചാപ്റ്റർ 1 പോയിന്റ്സ് എഴുതുന്നതിന്റെ കൂടെ നമുക്ക് ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാം. ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ താഴ്മ ധരിച്ച ആളത്വമാണ്, തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വരിച്ചവനും മരണത്തെ ജയിച്ചവനുമായ മഹാപുരോഹിതനാണ്, ക്രിസ്തു അപ്പോസ്തലൻ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പുസ്തകം വായിച്ചു നോക്കുക. ഇനി അടുത്തൊരു ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു.